അടുത്ത് നമുക്ക് ഈ നാഷണൽ ഇൻകത്തിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. അപ്പോൾ എങ്ങനെയാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത് നോക്കാം. മെയിനായിട്ട് നമുക്ക് 3 മെത്തേഡ്സ് ആണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ വരുന്നത്. ഒന്ന് വാല്യൂ ആഡഡ് മെത്തേഡ്, പിന്നെ ഒന്ന് എക്സ്പെൻഡിച്ചർ മെത്തേഡ്, പിന്നെ ഒന്ന് ഇൻകം മെത്തേഡ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കുന്നത് വാല്യൂ ആഡഡ് മെത്തേഡ് നോക്കാം. വാല്യൂ ആഡഡ് മെത്തേഡ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ഇവിടെ തന്നിരിക്കുന്നുണ്ടല്ലേ, ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് അറ്റ് മാർക്കറ്റ് പ്രൈസ് കണ്ടോ. അപ്പോൾ അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? ആദ്യം ഇന്റർമീഡിയറ്റ് കൺസപ്ഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? GDP കിട്ടും. ഓക്കെ, അപ്പോൾ 8,000 നിന്ന് 2,000 കുറച്ച് കഴിഞ്ഞാൽ 6,000 കിട്ടും. അതാണ് GDP എന്ന് പറയുന്നത്. ഇനി അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? NDP ആയിട്ട് മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ്? നമ്മുടെ GDP ആയിട്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഈ തന്നിരിക്കുന്ന ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? NDP ആയിട്ട് മാർക്കറ്റ് പ്രൈസ് കിട്ടും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അതായത് NNP ആയിട്ട് മാർക്കറ്റ് പ്രൈസ്. NNP ആയിട്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള NDP ആയിട്ട് മാർക്കറ്റ് പ്രൈസ് ഇല്ലേ, അതിൻ്റെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കിട്ടിയ എമൗണ്ട് 5,000 ആയിരുന്നു. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് -500 ആണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ -500 കൊടുക്കുക. അപ്പോൾ ആൻസർ നമുക്ക് 4,500 കിട്ടും. ഇനി നമുക്ക് NNP അറ്റ് FC, അതായത് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് NNP MP മൈനസ് ഇൻഡയറക്ട് ടാക്സ് മൈനസ് സബ്സിഡി, അത് ഒറ്റ ഒരു വാല്യൂ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇൻഡയറക്ട് ടാക്സ് ക്വസ്റ്റ്യനിൽ 800 തന്നിട്ടുണ്ട്, സബ്സിഡി ക്വസ്റ്റ്യനിൽ 300 തന്നിട്ടുണ്ട്. അപ്പോൾ 800 മൈനസ് 300 500. അപ്പോൾ ഈ 4,500 500 കുറച്ചാൽ 4,000 കിട്ടും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് എന്തൊക്കെ ചെയ്യണം? ആദ്യം GVA, അതായത് ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് അറ്റ് മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കുക. അതിൽ നിന്ന് GDP നമുക്ക് കിട്ടും. GDP നമുക്ക് ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ NDP കിട്ടും. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? NDPയുടെ കൂടെ നാഷണൽ ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് അതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് കിട്ടും. ഇനി നെറ്റ് നാഷണൽ NNP അറ്റ് MPയുടെ കൂടെ ഇൻഡയറക്ട് ടാക്സ് മൈനസ് സബ്സിഡി, ആ വാല്യൂ ഒന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? NNP അറ്റ് FC, അല്ലെങ്കിൽ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് കിട്ടും. അപ്പോൾ ഇതാണ് വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ മെത്തേഡാണ്. അപ്പോൾ എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉദ്ദേശിക്കുന്നത് എന്താ? അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ കുറെ എക്സ്പെൻഡിച്ചേഴ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് പ്രൈവറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ, അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ തന്നിട്ടുണ്ട്, പിന്നെ എക്സ്പോർട്സ് ഇമ്പോർട്ട്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ 3 എക്സ്പെൻഡിച്ചർ ഇല്ലേ, അതായത് പ്രൈവറ്റ്, ഇൻവെസ്റ്റ്മെന്റ്, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, ഇത് ആദ്യം ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? എക്സ്പോർട്സ് മൈനസ് ഇമ്പോർട്ട്സ് കണ്ടുപിടിക്കുക. ഈ ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ച പോലെ പ്രൈവറ്റ്, ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ആഡ് ചെയ്തു. അതിൻ്റെ കൂടെ എക്സ്പോർട്സ് മൈനസ് ഇമ്പോർട്ട്സും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ എക്സ്പോർട്സ് മൈനസ് ഇമ്പോർട്ട്സ് എന്ന് പറയുന്നത് 600 മൈനസ് 300 ആണ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വാല്യൂസ് കൊടുത്ത് നമുക്ക് 6,000 ആൻസർ കിട്ടും. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഇൻകം മെത്തേഡാണ്. അപ്പോൾ ഇൻകം നോക്കുകയാണെങ്കിൽ ഇതിൽ ഏതൊക്കെ ഇൻകം വരുന്നുണ്ട്? ഒന്ന് വേജസ് വരുന്നുണ്ട്, സാലറീസ് വരുന്നുണ്ട്, റെന്റ് വരുന്നുണ്ട്, ഇൻട്രസ്റ്റ് വരുന്നുണ്ട്, പ്രോഫിറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇൻകത്തോണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇൻകം മെത്തേഡിലൂടെ നമുക്ക് എന്ത് കിട്ടും? നാഷണൽ ഇൻകം നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് 3 മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, അതായത് ഒരു ബൈസൈക്കിൾ മാനുഫാക്ചറിങ് കമ്പനി ഉണ്ട്. ആ കമ്പനി 100 ബൈസൈക്കിൾസ് വിൽക്കുന്നുണ്ട്. ഒരു ബൈസൈക്കിളിന് 2,500 രൂപ വെച്ചിട്ടാണ് വിൽക്കുന്നത്. ഇനി ആ 2,500 രൂപയിൽ 300 രൂപ ആർക്ക് ടാക്സ് ആയിട്ട് പോകുന്നുണ്ട്? ഗവൺമെന്റ് ടാക്സ് ആയിട്ട് പോകുന്നുണ്ട്. അതാണ് ഇൻഡയറക്ട് ടാക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഓണർ ഒരു ഫോറിനർ ആണ്. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് പ്രോഫിറ്റ് 500 പെർ ബൈസൈക്കിൾ ആണ്. അപ്പോൾ എൻ്റയർ പ്രോഫിറ്റ് ഗോസ് ടു കൺട്രി ഹി ബിലോങ്സ്. അപ്പോൾ ഇതൊരു ഫോറിനർ ആയതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ആർക്കാണ് പോകുന്നത്? ആ കൺട്രിയിലേക്ക് പോകുന്നത്. നമുക്കൊരു ഗുണം ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇത് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് ആണ് ശരിക്കും പറഞ്ഞത്. കാരണം വെച്ചാൽ അതിന്റെ വാല്യൂ മൈനസ് ആയിരിക്കും. കാരണം വെച്ചാൽ അതുകൊണ്ട് നമുക്ക് നമ്മുടെ കൺട്രിക്ക് വേറെ ഉപകാരം ഒന്നും ഉണ്ടാവുന്നില്ല. കാരണം വെച്ചാൽ ഇതിന്റെ ഓണർ ഫോറിനർ ആണ്. അദ്ദേഹത്തിന് ഉണ്ടാകുന്ന പ്രോഫിറ്റ് ആർക്കാണ് പോകുന്നത്? അദ്ദേഹത്തിന്റെ കൺട്രിക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അതിനൊരു എന്തുണ്ടാവുന്നില്ല? പ്രോഫിറ്റ് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് അതിന്റെ വാല്യൂ മൈനസ് ആക്കുക. പിന്നെ ഡിപ്രീസിയേഷന്റെ വാല്യൂ എന്താണ്? 20,000 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ GDP ആയിട്ട് മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ GDP കണ്ടുപിടിക്കുന്നത് എന്ത് ചെയ്യണം? ആദ്യം
ഒരു ബൈസൈക്കിളിന് 100 വെച്ചിട്ട് 2000 അല്ല ഒരു ബൈസൈക്കിളിന് 2500 വെച്ചിട്ട് 100 ബൈസൈക്കിൾ അപ്പോൾ 2,50,000 അതിന് എന്തൊക്കെ കുറക്കണം? ഒന്നാമത് ഡിപ്രീസിയേഷൻ കുറക്കണം. രണ്ടാമത്തെ എന്താ വെച്ചാൽ ഈ പ്രോഫിറ്റ് പോകുന്നത് ആർക്കാണ്? ആ കൺട്രിക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? -500 ഇൻറ്റു 100 ചെയ്യണം. അതാണ് ഇവിടെ -500 ഇൻറ്റു 100 ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ പ്രോഫിറ്റ് പോകുന്നത് പ്രോഫിറ്റ് അല്ല, 300 രൂപ ഒരു സൈക്കിളിന് വെച്ചിട്ട് ആർക്ക് പോകുന്നുണ്ട്? ഗവൺമെന്റിന് ടാക്സ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ 300 ഇൻറ്റു 100 കൂടി നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പോൾ എല്ലാം കൂടിയിട്ട് അതായത് 2,50,000 മൈനസ് ഡിപ്രീസിയേഷൻ ആയിട്ടുള്ള 20,000 കുറച്ചു, -500 ഇൻറ്റു 100 -300 ഇൻറ്റു 100. അപ്പോൾ എല്ലാം കൂടി ചെയ്യുമ്പോൾ എത്ര ആൻസർ കിട്ടും? 2,50,000 നിന്ന് 20,000 കുറച്ചു, 50,000 കുറച്ചു, 30,000 കുറച്ചു. അപ്പോൾ ആൻസർ 1,50,000 ആയിരിക്കും. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്.